ഹലോ മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെയൊക്കെ പറമ്പിലുണ്ടാകുന്ന ചിതൽപുറ്റെടുത്ത് ഒരു ആർട്ട് വർക്ക് ചെയ്യുന്ന വീഡിയോ ആണ്. നമ്മുടെ പറമ്പിലൊക്കെ ചിതൽപുറ്റുണ്ടാക്കും. നല്ല മിനുസമുള്ള മണ്ണുകളായിരിക്കും അത്, കല്ലൊക്കെ കുറവായിരിക്കും അതിനകത്ത്. ഇന്ന് അതുകൊണ്ടാണ് ഒരു വർക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആ ചിതൽപുറ്റ് കൊത്തിയെടുക്കാം, ഇളക്കിയെടുക്കാം. ഈ വീഡിയോ കാണുന്ന ചിലർ എങ്കിലും അവരുടെ കുട്ടിക്കാലത്ത് പറമ്പിലെ ചിതൽപുറ്റെടുത്ത് കളിപ്പാട്ടങ്ങളും ക്ലേ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടാകാം. ഞാൻ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ ഇങ്ങനെ ചിതൽപുറ്റ് കൊണ്ടൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ക്ലേ വർക്കുകൾ ചെയ്യാറുണ്ട്. അന്നൊക്കെ അതൊരു രസമായിരുന്നു. അന്ന് യൂട്യൂബ് ചാനൽ എന്താണെന്നോ യൂട്യൂബ് എന്താണെന്നോ നമുക്കറിയത്തില്ല. അന്ന് മൊബൈൽ പോലും ഇല്ല നമുക്കൊന്നും. എന്നാൽ ഇന്ന് ആൻഡ്രോയിഡ് മൊബൈലൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാം നമുക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ മണ്ണെല്ലാം റെഡിയാക്കി എടുത്തു, കൊത്തി കളച്ചെടുത്തിട്ടുണ്ട് മണ്ണൊക്കെ. ഇനി ആ മണ്ണ് കൊണ്ടുവന്നിട്ട് നമുക്കത് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ അത് കട്ടയായിട്ടുള്ള മണ്ണാണ്, നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അത് ഒരു ചുറ്റിയെ കൊണ്ട് ഞാനത് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ്. അതിൽ പുല്ലുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം. ഞാൻ പൊടിച്ചെടുത്ത മണ്ണ് ഒരു അരിപ്പയിലേക്ക് മാറ്റുകയാണ്, ഒരു ചെറിയ അരിപ്പയിലേക്ക് മാറ്റുകയാണ്. അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ് ഞാൻ. നമ്മൾ അരിയൊക്കെ പൊടിച്ച് അരിച്ചെടുക്കുന്ന പോലെ ഞാൻ ഈ മണ്ണൊന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ കല്ലുകളൊക്കെ മാറിക്കിട്ടും, നല്ല തരിയുള്ള മണ്ണ് നമുക്ക് ലഭിക്കും. അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ മണ്ണൊക്കെ തരിച്ച് കഴിഞ്ഞു. ഇനി ആ മണ്ണ് ഇളക്കിയെടുക്കാം. നമുക്ക് വെള്ളമൊഴിച്ച് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം മണ്ണ്. എൻ്റെ ചാനലിൽ എങ്ങനെ ക്ലേ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോസ് ഉണ്ട്. നിങ്ങളത് പറ്റിയാൽ നിങ്ങൾ പോയി കാണുക. ആഗ്രഹമുള്ളവർ ഒന്ന് കണ്ട് നിങ്ങൾക്കും അതുപോലെ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഏകദേശം മണ്ണ് നനച്ച് കഴിയാറായി, കുതിർത്ത് കഴിയാറായി. അങ്ങനെ മണ്ണ് ഇപ്പോൾ കുതിർത്ത് കഴിഞ്ഞു. ഇപ്പോൾ നല്ല മിനുസമുള്ള ഒരു ക്ലേ നമുക്ക് ലഭിച്ചു. അത്രമാത്രം നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു മണ്ണാണ്. എന്നാലും ഈ മണ്ണിനകത്ത് ചെറിയ ചെറിയ ചരലുകളൊക്കെ ഉണ്ട്. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ജീസസിനെയാണ്. എൻ്റെ ഭാവനയിലുള്ള ഒരു ജീസസ്. ഞാൻ ഫോട്ടോ നോക്കിയല്ല ചെയ്യുന്നത്, എൻ്റെ മനസ്സിൽ വന്ന ഒരു ഐഡിയ പ്രകാരമാണ് ഒരു ജീസസിനെ ഞാനിവിടെ ക്ലേ വർക്കായി ചെയ്യുന്നത്, ഒരു ക്ലേ മോഡലിംഗ് ചെയ്യുന്നത്. നിറയെ കുറവുകളുണ്ടാകും, അതൊക്കെ ക്ഷമിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഞാനിങ്ങനൊരു വർക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പോരായ്മകളുണ്ടാകും, ക്ഷമിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു സ്തംഭം പോലെ ഞാനിതിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലാണ് ഞാൻ ഫേസ് ഉണ്ടാക്കുന്നത്. ഫേസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതെൻ്റെ ഒരു ഐഡിയ പ്രകാരമാണ് ഞാൻ ചെയ്യുന്നത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നേരത്തെ നമ്മൾ എടുത്ത ചിതൽപുറ്റ് പൊടിച്ചെടുത്തു, അത് നല്ലതുപോലെ കുഴച്ചെടുത്തു. എന്നാൽ ആ കുഴച്ചെടുത്ത മണ്ണ്, നനച്ചെടുത്ത മണ്ണ് 2 ദിവസം റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു നല്ലൊരു മയത്തിലേക്ക് മണ്ണ് വരുള്ളൂ. അങ്ങനെ ഞാനത് 2 ദിവസം റെസ്റ്റ് ചെയ്ത മണ്ണാണ്. അതുകൊണ്ടാണ് നല്ലതുപോലെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഏകദേശം നമ്മുടെ വർക്ക് തീർന്നുകൊണ്ടിരിക്കുകയാണ്, ഫിനിഷിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫിനിഷിംഗ് വർക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വേറൊരു തിരക്കിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് വേണ്ടതുപോലെ ഇതിനകത്ത് ഒരു നീതി പുലർത്താൻ പറ്റിയിട്ടില്ല. അതായത് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് പറ്റുന്ന സമയം നോക്കി ഞാൻ അതങ്ങനെ വേഗത്തിൽ ചെയ്തെടുത്താണ്. അടുത്ത ഒരു വീഡിയോ ഞാൻ മനോഹരമാക്കി തരും എന്ന് ഞാൻ വാക്ക് തരുന്നു. അടുത്തൊരു വീഡിയോ നല്ല ഒരു പെർഫെക്റ്റാക്കി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും എന്ന് വാക്ക് തരുന്നു. ഒരിക്കൽ കൂടെ പറയുന്നു, ഞാൻ ചെയ്ത ഈ ഒരു വർക്ക് നിങ്ങൾ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുമയാർന്ന മറ്റു പല വീഡിയോകളും ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
ഓക്കെ സുഹൃത്തുക്കളെ, മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.